ഞാൻ പറഞ്ഞു മോനെ പുനേജ, നമ്മുടെ നാട്ടിൽ ജനങ്ങളൊക്കെ സൗന്ദര്യമുള്ളവരാണ്, നീ ഒന്ന് ചിന്തിച്ചു നോക്കും. അപ്പൊ അവർ യഥാർത്ഥത്തിൽ റെപ്രസെന്റ് സൗന്ദര്യമുള്ളവരെയാണ്. യഥാർത്ഥത്തിൽ കേരള ഒറ്റക്കാലത്തിന്റെ 10 നിങ്ങൾക്ക് അറിയാം, നമ്മൾ 90% ആൾക്കാർ സൗന്ദര്യം കുറഞ്ഞൊരു 10% ആൾക്കാരല്ലേ ഒരു സാഹിത്യത്തിൽ അതിനുള്ള 10% ആൾക്കാരല്ലേ ഉള്ളൂ. ഈ നാട്ടിലെ എല്ലാ സൂപ്പർ താരങ്ങളും ഒരു 10% ആളാണ്. ഞാൻ 90% സൂപ്പർ സ്റ്റാറാണ് എന്നാണ് എന്റെ അവകാശവാദം. പക്ഷേ ചന്ദനത്താൽ നോക്കുന്ന കഴുകി അതിന്റെ കനമേ അറിയൂ, ആ ചന്ദനത്തിന്റെ പൂർണ്ണം അറിയില്ല, അതുകൊണ്ട് കാണാമല്ല കണ്ടിരിക്കുന്നവരാ. ഇപ്പൊ ഇന്റർനെറ്റ് റൈറ്റ്സ് ഞാൻ കൊടുത്തതാണ്. എനിക്ക് ഫസ്റ്റ് അറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് വേറെ ആളാണ് യൂട്യൂബ് കൊടുത്തത്, വേറെ ആളാണ്. ഇവിടെ ഇന്റർനെറ്റിൽ ഭയങ്കര ഹിറ്റായിട്ട് സംഭവിച്ചിരിക്കുകയാണ്. അത് കമ്പനി മറ്റുള്ള കമ്പനികൾ ഏറ്റെടുക്കുകയും ഇതിലിപ്പോ ഒരാള് നമുക്ക് തൊട്ടി കിട്ടിയുമ്പോൾ 4 രൂപയ്ക്ക് കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ചെയ്തതിലൂടെ എനിക്ക് രണ്ടാമത്തെ സിനിമ ഹിറ്റുഡായി എന്ന ചോക്ലേറ്റ് പായി അത് ചെയ്യാനുള്ള പൈസ കൂടി നമുക്ക് ഇന്റർനെറ്റിൽ പടം ഇറങ്ങുന്നതിന് മുമ്പ് കിട്ടും എന്നൊരു ചെറിയ വിശേഷം കൂടി നമ്മൾ അറിയുകയാണ്. ഇവിടുത്തെ 7 സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾക്ക് പോലും ഒരാഴ്ചയെങ്കിലും ഓടണം. അറ്റ്ലീസ്റ്റ് അതിന്റെ മുടക്കോളം തിരിച്ചുവരുന്ന മർദ്ദനം ചെയ്തിരുന്നേ പൂന്തനാവതം പൂർത്തിയാക്കി കംസ കണ്ട മരിഞ്ഞിടുന്നേ. നായകനൊക്കെ തന്നെ ചെറിയ സൗന്ദര്യപ്പണത്തൊക്കെ ഉണ്ടാവും. പക്ഷെ എന്റെ പറ്റിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം നായകനും നായികയ്ക്ക് സൗന്ദര്യം ഇല്ലാത്തതാണ്. ഞങ്ങൾക്കിടയിൽ സൗന്ദര്യപ്പണക്കങ്ങളില്ല. അപ്പൊ അത് സൗന്ദര്യമില്ലായ്മയും ഇറ്റ് കാശാക്കാവുന്ന ഒരു മാർക്കറ്റിംഗാണെന്നാണ് എന്റെ അഭിപ്രായം. കല്യാണ പെണ്ണേ കസ്തൂരി മൈനേ കണ്ണു തട്ടാതെ കണ്ണിമ വെക്കാതെ ഇല്ലാല താളം കക്കിടതരീടമേളം നാദസ്വരം വേണം 7 സ്വരം വേണം. യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്നത് മലയാളത്തിൽ പുതിയ പുതിയ കോമഡി താരങ്ങളെയും പുതിയ പുതിയ നടിമാരെയും പുതിയ പുതിയ ബില്ലന്മാരെയും അടുത്തുള്ള പല ആളുകളെയും ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരും. അവരെ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തത്. ബാലകൃഷ്ണ മതി.